നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് 200 ഏക്കറോളം നെൽകൃഷി നശിച്ചു. മഞ്ഞളിപ്പ് രോഗത്തെ തുടർന്ന് നഷ്ടമുണ്ടായത് തോട്ടക്കര പ്രദേശങ്ങളിലെ കർഷകർക്ക്. ആരോഗ്യവകുപ്പ് അധികൃതർ പാലക്കാട് ജില്ലയിൽ പരിശോധന ശക്തമാക്കി. മണ്ണാർക്കാട് 2 ബേക്കറി നിർമ്മാണ യൂണിറ്റുകൾ അടപ്പിച്ചു. 10ഓളം കടകൾക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ്. ചെറുപ്പശ്ശേരിയിലും ഹോട്ടലുകളിലും ബേക്കറികളിലും പരിശോധന. പെരിന്തൽമണ്ണയിൽ നിന്നും 1.5 കോടി രൂപയുടെ ബ്രൗൺ ഷുഗർ പിടികൂടിയ സംഭവം ഉറവിടം തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അറസ്റ്റിലായ പ്രതികളെ ബുധനാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സ്വകാര്യ ബസ്സുകൾ വൈകുന്നേരങ്ങളിൽ ട്രിപ്പ് മുടക്കുന്നതായി പരാതി. വൈകിട്ട് 7 മണിക്ക് ശേഷം ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളിന്റെ വിയോഗം ആനക്കര വടക്കത്ത് തറവാടിന് നഷ്ടമായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവസാനത്തെ കണ്ണി. ലക്ഷ്മിയെടുത്തി ഇനി ഇവർക്ക് ജ്വലിക്കുന്ന ഓർമ്മ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് 200 ഏക്കറോളം നെൽകൃഷി നശിച്ചു. തോട്ടക്കര കിഴക്ക് പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട നെൽപ്പാടങ്ങളാണ് നശിച്ചിരിക്കുന്നത്. ഞാറ്റുവേലകളിൽ കിട്ടേണ്ട മഴ ലഭിക്കാത്തതാണ് നെൽകൃഷി നശിക്കാൻ കാരണമായത്. കതിർവന്ന നെൽച്ചെടികളിൽ ഇപ്പോൾ ഉണക്കം ബാധിച്ചിട്ടുണ്ട്. മഞ്ഞളിപ്പ് രോഗമാണ് 200 ഏക്കറോളം വരുന്ന നെൽകൃഷിയെ ബാധിച്ചത്. മഴ ലഭിക്കാത്തതിനാൽ വെയിൽ കനത്ത് വെള്ളം ചൂടായി വേരുകൾ കേടാകുന്നതാണ് കാരണം. ഏക്കറിന് 5000 രൂപയോളമാണ് ഓരോ കർഷകനും നഷ്ടം വന്നത്. മഴയുടെ കുറവ് കാരണം തോട്ടക്കര 2 പാടശേഖര സമിതി ഏകദേശം ഒരു 200 ഏക്കർ വരും. പൊടിവകയാണ് ഒക്കെ മഞ്ഞളിപ്പ്, അതുപോലെ വേരൊക്കെ ചീഞ്ഞു പോയിരിക്കുന്നു നെല്ലിൻ്റെ. ഇതിപ്പോൾ കൃഷി ഓഫീസർ വന്ന് നോക്കി നെല്ല് പറിച്ചുകൊണ്ടേട്ടുണ്ട്. സൂഡോമോണാസ് എന്ന് പറഞ്ഞ കീടനാശിനി കഴിക്കാൻ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നെല്ലെല്ലാം ഏകദേശം മൂപ്പായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഞ്ഞളിപ്പ് രോഗം മാറാൻ രാസവളം നൽകിയിട്ടുണ്ടെങ്കിലും വിളവ് ലഭിക്കില്ലെന്നും കർഷകർ പറയുന്നു. 2 പാടശേഖരങ്ങളിലുമായി 160ഓളം കർഷകരുടെ നെൽകൃഷിയാണ് ഇവിടെ നശിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ എസ് സെൽവൻ കൃഷിസ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നെൽകൃഷി പ്രദേശം പരിശോധിക്കും. 1.5 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗറുമായി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് ബുധനാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ അന്വേഷണത്തിനു വേണ്ടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 1.5 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗറുമായി പട്ടാമ്പി തിരുവത്ത് വീട്ടിൽ ഷംസുദ്ദീൻ, ഓങ്ങലൂർ കള്ളാടിപ്പറ്റ മന്നലിങ്ങൽ ഉമ്മർ, ലിബർട്ടി സ്ട്രീറ്റിൽ പുളിക്കൽ വീട്ടിൽ കുഞ്ഞിമരക്കാർ എന്നിവരെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത ഇവരെ വടകര NDPS കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പെരിന്തൽമണ്ണ പോലീസ് തിങ്കളാഴ്ചയാണ് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ പരിഗണിച്ചാണ് കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തും. ജില്ലയിലെ വിവിധ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട കേസുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആരോഗ്യവകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന കർശനമാക്കി. അനധികൃതവും വൃത്തിഹീനവുമായി പ്രവർത്തിക്കുന്ന 2 ബേക്കറി നിർമ്മാണ യൂണിറ്റുകൾ മണ്ണാർക്കാട് അധികൃതർ അടപ്പിച്ചു. 10ലധികം കടകൾക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസും നൽകി. ബിജു എന്നയാളും ഷിഹാബുദ്ദീൻ എന്നയാളും നടത്തുന്ന ബേക്കറി നിർമ്മാണ യൂണിറ്റുകളാണ് ചൊവ്വാഴ്ച അടപ്പിച്ചത്. ഇവർ ബിനാമികളാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മണ്ണാർക്കാട്ടെ പ്രമുഖ ബേക്കറി ഉടമകളുടേതാണ് ഈ നിർമ്മാണ യൂണിറ്റുകളെന്നാണ് സൂചന. മണ്ണാർക്കാട് CPM ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സുഗുണ എന്ന കോഴി വിൽപ്പനശാലയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആശുപത്രിപ്പടിയിൽ പ്രവർത്തിക്കുന്ന അനധികൃതവും വൃത്തിഹീനവുമായ ഇറച്ചിക്കടകൾക്കും ബേക്കറി കടകൾക്കും അടച്ചുപൂട്ടാൻ നോട്ടീസ് തിങ്കളാഴ്ച നൽകിയിരുന്നു. വരും ദിവസങ്ങളും ശക്തമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ K. അക്ബർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടോംസ് വർഗീസ്, MN ഗോപാലകൃഷ്ണൻ, അബൂബക്കർ, രാംദാസ്, പ്രമോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത്. ചെറുപ്പശ്ശേരിയിൽ ആരോഗ്യവകുപ്പ് ഹോട്ടലുകളിലും ബേക്കറികളിലും റെയ്ഡ് നടത്തി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന 4 സ്ഥാപനങ്ങൾക്ക് അധികൃതർ നോട്ടീസ് നൽകി പിഴ ചുമത്തി. സംസ്ഥാനത്തുടനീളം നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി ചെറുപ്പശ്ശേരിയിൽ കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ റെയ്ഡിൽ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ചെറുപ്പശ്ശേരി ടൗൺ, EMS റോഡ്, കാവുവട്ടം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കണ്ടെത്തി. കൂടാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന 4 സ്ഥാപനങ്ങൾക്ക് അധികൃതർ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്ത് പിഴ ചുമത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഹെൽത്ത് ഇൻസ്പെക്ടർ K. ശങ്കരനാരായണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ, AK സുരേഷ്, മുഹമ്മദ് റഫീഖ് എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവസാനത്തെ കണ്ണിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളിന്റെ വിയോഗത്തോടെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ നിന്നും വിട പറഞ്ഞത്.
പ്രിയപ്പെട്ട ലക്ഷ്മികീർത്തിയുടെ മരണവാർത്ത എറിഞ്ഞ നിരവധി പേരാണ് വടക്കത്ത് തറവാട്ടിലും എത്തിയത്. പട്ടാൻ ബ്യൂറോയുടെ റിപ്പോർട്ടർ. ലക്ഷ്മി സേഗൾ എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ നായിക ജനിച്ചു വളർന്ന നാടാണ് പട്ടാമ്പി തൃത്താലയ്ക്കടുത്തെ ആനക്കര ഗ്രാമം. രാജ്യത്തിന് അവർ പോരാട്ട സ്മരണ ഉയർത്തുന്ന ധീര വനിതയാണെങ്കിൽ ആനക്കരക്കാർക്ക് അവർ സ്വന്തം ലക്ഷ്മിയേട്ടത്തിയാണ്. ഈ തറവാടിന്റെ അകത്തളങ്ങളിലും മുറ്റത്തുമാണ് ലക്ഷ്മി സേഗൾ ബാല്യവും കൗമാരവും ചിലവഴിച്ചത്. സ്വാതന്ത്ര്യ സമരത്തോടും ദേശീയ പ്രസ്ഥാനത്തോടും ആഭിമുഖ്യം പുലർത്തിയ ലക്ഷ്മി സേഗൾ പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ സഹപോരാളിയായി മാറിയപ്പോഴും ജന്മനാടിനെ മറന്നില്ല. അവശതയ്ക്കും തിരക്കിനുമിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം ലക്ഷ്മിയേട്ടത്തി തറവാട്ടിലെത്താറുണ്ട്. ഒടുവിൽ 7 വർഷം മുമ്പ് 2005 ലക്ഷ്മിയേട്ടത്തി വടക്കത്ത് തറവാട്ടിൽ എത്തിയത്. അവസാനം 2005 വന്നുപോയി. 2005 വന്നു. മകളുടെ ഇടയ്ക്ക് വരും സുഭാഷിന്. ഇവിടെ വന്നാൽ മീറ്റിങ്ങിനൊക്കെ പോകും. കൂട്ടുനാട് ലക്ഷ്മിയേട്ടത്തിയുടെ ഒളിയുദ്ധ കഥകൾ വടക്കൻ പാട്ടിലെ വീരഗാഥ പോലെയാണ് നാട്ടുകാർ തലമുറകൾക്ക് കൈമാറുന്നത്. വിപ്ലവത്തിന്റെ അഗ്നിസ്ഫുലിംഗമായി മാറിയ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജീവിതം അവർക്ക് ആദർശവും ആവേശവുമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വൈകിട്ട് 7 മണിക്ക് ശേഷം സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നതായി പരാതി ഉയരുന്നു. ചെറുപട്ടണങ്ങളിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലേക്കുള്ള ബസ്സുകളാണ് സന്ധ്യ കഴിഞ്ഞാൽ ട്രിപ്പ് മുടക്കുന്നത്. അനുവദിച്ച പെർമിറ്റ് അനുസരിച്ച് സർവീസ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിന്തൽമണ്ണയിൽ നിന്നും ചെറുപ്പശ്ശേരി, മേലാറ്റൂർ, മുതുകുർശി, മണലായ, പരിയാപുരം, ആലിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സന്ധ്യ കഴിഞ്ഞാൽ ബസ്സുകൾ സർവീസ് നടത്താത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും പട്ടാമ്പി, പാണ്ടിക്കാട്, നിലമ്പൂർ, മലപ്പുറം ഭാഗങ്ങളിലേക്കുള്ള ട്രിപ്പുകളും രാത്രിയായാൽ റദ്ദാക്കുന്നതായി പരാതിയുണ്ട്. ചെറുപ്പശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം, പട്ടാമ്പി ഭാഗങ്ങളിലേക്കും ചില ഉൾപ്രദേശങ്ങളിലേക്കും ട്രിപ്പുകൾ റദ്ദാക്കുന്നതും യാത്രക്കാരുടെ ദുരിതത്തിന് ഇടയാക്കുന്നുണ്ട്. യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ഇരട്ടിച്ചതോടെ പെർമിറ്റ് അനുസരിച്ച് സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണിപ്പോൾ. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. പാലപ്പുറം മേഖലയിലെ കർഷകർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മേഖലയിലെ 50ഓളം കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. കൃഷിവകുപ്പിൽ നിന്നും കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കർഷക സംഘം കൃഷിക്കാർക്ക് എത്തിക്കണമെന്ന് സെമിനാറിൽ ആവശ്യമുയർന്നു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി അബ്ദുൽ ഖാദർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പി അപ്പാരു അധ്യക്ഷനായി. പി സുകുമാരൻ, കൗൺസിലർ പി ശശിധരൻ, കെ രാജേഷ്, അഡ്വക്കേറ്റ് കാളിദാസ് എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ചളവറയിൽ 2 കുടിവെള്ള പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗൗരി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മാത്രപ്പറമ്പ് കുടിവെള്ള പദ്ധതിയും 8-ാം വാർഡിലെ നാരായകുണ്ട് മിനി കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗൗരി നിർവഹിച്ചത്. പിന്നോക്ക പ്രദേശ സമഗ്ര വികസന പദ്ധതിയിലും പദ്ധതി വിഹിതത്തിൽ നിന്നും 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതികൾ പൂർത്തിയാക്കിയത്. മാത്രപ്പറമ്പ് പദ്ധതി 82 കുടുംബങ്ങൾക്കും നാരായകുണ്ട് പദ്ധതി 12 കുടുംബങ്ങൾക്കും ഗുണം ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. പദ്ധതി പ്രദേശങ്ങളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രീത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കുമാരൻ പദ്ധതി ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ രാംദാസ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എം മണികണ്ഠൻ, പി വത്സല, സി ടി സരസ്വതി, കെ വേണുഗോപാലൻ, ഇ പി വിമല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുപ്പശ്ശേരി കരുമാനാംകുറിശി GLP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യ യൂണിഫോമിന്റെ വിതരണമാണ് കരുമാനാംകുറിശി GLP സ്കൂളിൽ നടന്നത്. വാർഡംഗം എൻ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ ബാലസഭയുടെ ഉദ്ഘാടനം കലാ അധ്യാപകൻ തൃപ്പലമുണ്ട നടരാജ വാര്യർ നിർവഹിച്ചു. പ്രധാന അധ്യാപിക PK സതിയമ്മ, MPTA വൈസ് പ്രസിഡന്റ് സുനിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കുലുക്കല്ലൂർ AUP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി മോഹൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ ആർഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധുവാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. രക്ഷിതാക്കളായ നാം എങ്ങനെയാണ് കുട്ടികളെ അഭിമുഖീകരിക്കേണ്ടത്,
നാം ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ കിട്ടും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ശർമിള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് കെ മുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബഷീർ, വാർഡംഗം ജയരാജ്, കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ശുചിത്വ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് വി വസന്ത ഉദ്ഘാടനം ചെയ്തു. മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല എന്നതാണ്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള നമ്മുടെ ഈ കുട്ടികളിൽ അത്തരമൊരു അവബോധം, അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി എടുക്കണം എന്ന തീരുമാനത്തിലാണ് ഇത്തരമൊരു ക്ലാസ് ഉണ്ടാക്കിയത്. ഈ ക്ലാസ്സിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾവിയില്ലാത്ത പല രോഗങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ബ്ലോക്ക് പരിധിയിലെ 12 സ്കൂളുകളിൽ നിന്നുള്ള ഹെൽത്ത് ക്ലബ്ബ്, NCC, NSS വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. GO S പ്രസാദ്, ബ്ലോക്ക് മെമ്പർ VT ശോഭന, BDO C രാഘവൻ, ജോയിന്റ് BDO സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വ്യക്തി ശുചിത്വവും ഒപ്പം പരിസര ശുചിത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഹരിദാസൻ മാസ്റ്റർ ക്ലാസിന് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യ വിഭാഗത്തിന്റെ ഫിലിം ഷോയും നടന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വിശേഷാൽ ചടങ്ങായ പൂമൂടലിനുൾപ്പെടെ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം തന്ത്രി പനാവൂർ മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചെറുപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ റംസാൻ ചന്തയ്ക്ക് തുടക്കമായി. സംസ്ഥാന സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് PA ഉമർ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, ഡയറക്ടർ K അബ്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഷൊർണൂർ ഉപജില്ല അലീഫ് അറബിക് ക്ലബ്ബ് സംഘടിപ്പിച്ച മെഗാ ക്വിസ് മത്സരം വല്ലപ്പുഴ OALP സ്കൂളിൽ നടന്നു. LP വിഭാഗത്തിൽ OALP സ്കൂൾ വല്ലപ്പുഴയും, നാഷണൽ LP സ്കൂൾ മാരായമംഗലവും, UP വിഭാഗത്തിൽ AUPS ചളവറയും, ഹയർ സെക്കൻഡറി സ്കൂൾ വല്ലപ്പുഴയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാരായമംഗലവും, ഹയർ സെക്കൻഡറി സ്കൂൾ വല്ലപ്പുഴയും യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 1ാം സ്ഥാനം. പ്രധാന വാർത്തകൾ വീണ്ടും. മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് 200 ഏക്കറോളം നെൽകൃഷി നശിച്ചു. മഞ്ഞളിപ്പ് രോഗത്തെ തുടർന്ന് നഷ്ടമുണ്ടായത് തോട്ടക്കര പ്രദേശങ്ങളിലെ കർഷകർക്ക്. ആരോഗ്യവകുപ്പ് അധികൃതർ പാലക്കാട് ജില്ലയിൽ പരിശോധന ശക്തമാക്കി. മണ്ണാർക്കാട് 2 ബേക്കറി നിർമ്മാണ യൂണിറ്റുകൾ അടപ്പിച്ചു. 10ഓളം കടകൾക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ്. ചെറുപ്പളശ്ശേരിയിലും ഹോട്ടലുകളിലും ബേക്കറികളിലും പരിശോധന. പെരിന്തൽമണ്ണയിൽ നിന്നും 1.5 കോടി രൂപയുടെ ബ്രൌൺ ഷുഗർ പിടികൂടിയ സംഭവം ഉറവിടം തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അറസ്റ്റിലായ പ്രതികളെ ബുധനാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സ്വകാര്യ ബസ്സുകൾ വൈകുന്നേരങ്ങളിൽ ട്രിപ്പ് മുടക്കുന്നതായി പരാതി. വൈകിട്ട് 7 മണിക്ക് ശേഷം ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളിന്റെ വിയോഗം ആനക്കര വടക്കത്ത് തറവാടിന് നഷ്ടമായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവസാനത്തെ കണ്ണി. ലക്ഷ്മിയെടുത്തി ഇനി ഇവർക്ക് ജ്വലിക്കുന്ന ഓർമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.